പഞ്ചസാരയൊക്കെ ഇട്ട ശേഷം നല്ല സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ ഇതങ്ങനെ ഓഫാക്കി എടുക്കാം. അങ്ങനെ ഉമ്മതായി പരത്താൻ വന്നിട്ടുണ്ട്. കുഞ്ഞതായി പരത്തിയിട്ട് അതിനുള്ളിൽ ഫില്ലിങ് വെച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക, ചെരിഞ്ഞ ഷെയ്ഡിൽ പൂ പോലെ ഇങ്ങനെ അമർത്തി അതിന് കൊടുക്കണം കേട്ടോ. അതാണ് ഇതിൽ ഏറ്റവും വലിയ ടാസ്ക്. അങ്ങനെ ഇത്രയും മാവ് ഇങ്ങനെ ചെയ്തെടുക്കണം. അതാണ് ഓരോന്നായി എടുത്ത് ഇങ്ങനെ കുറച്ച് നേരം ആവും. എന്നാൽ നമ്മൾ തിന്നാൻ പറ്റുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാൻ ചട്ടി വെച്ചു, എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരമായി. അങ്ങനെ എണ്ണ ചൂടായ ശേഷം ഓരോന്നും അതിൽ ഇട്ട് കൊടുക്കണം. മെല്ലെ ഇടണം കേട്ടോ. ഇടുമ്പോൾ സൂക്ഷിച്ചിട്ടിട്ട് അതിങ്ങനെ ആകണ വരെ ഇനി അതിൻ്റെ കൂടെ നിൽക്കണം. ഏറ്റവും വലിയ ക്ഷമ വന്നാൽ ഇതാവണ വരെ ക്ഷമിക്കണം. അത് നേരമുണ്ടെങ്കിൽ നമുക്കൊരു മാങ്ങ മുറിച്ച് കഴിക്കാം. കുഞ്ഞു മാങ്ങ മുറിച്ച് കഴിച്ചു കേട്ടോ. തൊലി കഷ്കുണ്ട്, കുട്ടി മാങ്ങ കൊണ്ടാണ് തോന്നുന്നു. അങ്ങനെ അതൊക്കെ തിരിച്ചിടാനുള്ള ടൈമായി. അങ്ങനെ തിരിച്ചൊക്കെ ഇട്ട ശേഷം അങ്ങനെ ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ അതിന് വാരി എടുത്തു, ബോക്സിലാക്കി. അതിൻ്റെ ഒന്ന് എടുത്തു പോയി ഞാനും പകുതി എടുത്തു, ഉമ്മാക്ക് ഒരു പകുതി കൊടുത്തുട്ടോ. അങ്ങനെ ചൂടാണ്, അതുകൊണ്ട് ഊതി എടുക്കണം. നല്ല ചൂടോടെ എടുത്തിട്ട് വന്നതാണ്. അതുകൊണ്ടാണ് മെല്ലെ എടുക്കണം. നല്ല മെല്ലെ പൊട്ടിച്ച് ഉമ്മാക്കൊരു പകുതി കൊടുത്ത് ഞാനൊരു പകുതി എടുത്ത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. അങ്ങനെയെല്ലാം ഞാൻ ഇതുപോലെ വറുത്തെടുക്കണം ഇനി പോയിട്ട് കേട്ടോ. അങ്ങനെ എല്ലാം വറുത്തെടുത്ത് പാത്രത്തിലാക്കി. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഇനി ചായക്ക് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.